ഇന്നത്തെ ഏറ്റവും പുതിയ ദേവര ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തോടെ 10 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുകയാണ് ജൂനിയർ NTRന്റെ തെലുഗു പാനന്തൻ സിനിമ ദേവര. കൊരട്ടല ശിവ സംവിധാനം ചെയ്ത സിനിമയുടെ 400 കോടി രൂപയ്ക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നിട്ട് ദിവസങ്ങളായെങ്കിലും യഥാർത്ഥത്തിൽ സിനിമ 400 കോടി പോയിട്ട് 350 കോടിയിലേക്ക് കളക്ഷൻ എത്തുന്നതേ ഉള്ളൂ. ഇന്നത്തെ 10ാം ദിവസത്തെ കളക്ഷനോടെ 360 കോടി രൂപയ്ക്ക് മുകളിലെ ദേവര കളക്ഷൻ എത്തുന്നതാണ്. ഇന്ന് 4 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ കേരളത്തിൽ 2 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നേരത്തെ തന്നെ ബ്രേക്ക് ഇവനായി മാറിയ സിനിമ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ കളക്ഷനോടെ ബ്രേക്ക് ഇവനിലേക്ക് എത്തുകയാണ്. കേരളത്തിന് പുറമെ കർണാടകയിലും സിനിമ ബ്രേക്ക് ഇവനായിട്ട് മാറിയതാണ്. തിയേറ്റർ റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് സ്റ്റാറ്റസ് നിലവിൽ സിനിമ വെർഡിക്റ്റ് ആയിട്ട് ഹിറ്റ് സ്റ്റാറ്റസും നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 250 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് പിന്നീടുള്ള ഒരാഴ്ച കളക്ഷനായിട്ട് വന്നത് 100 കോടിയോളം രൂപയാണ്. പ്രതീക്ഷ ലെവൽ ഒരു തരംഗം ദേവരയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ വീക്കെൻഡിന് ശേഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് നിസ്സംശയം പറയാം. ഇതിനിടയിൽ സിനിമയുടെ കേരള ബിസിനസ് കണക്കിലേക്ക് വരികയാണെങ്കിൽ 50 ലക്ഷം രൂപ തിയേറ്റർ റൈറ്റ്സിന് സിനിമ കൊണ്ടുവന്നു എന്നാണ് നാം പ്രതീക്ഷിച്ചത്. എന്നാൽ ദുൽഖറിന്റെ വിതരണ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് നിശ്ചിത തുക റൈറ്റ്സ് ആയി നൽകിയല്ല, മറിച്ച് അഡ്വാൻസ് ആയിട്ട് 50 ലക്ഷം രൂപ നൽകിയാണ് സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. സിനിമ കേരളത്തിൽ ഒരുപക്ഷെ വലിയ തരംഗമായി മാറിയിരുന്നെങ്കിൽ ദുൽഖറിന്റെ വിതരണ കമ്പനിക്കും ഒപ്പം സിനിമയുടെ നിർമ്മാതാവിനും വലിയ ലാഭകരമായ ബിസിനസ് ആയി മാറിയനെ. എന്തായാലും ദേവര എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് പ്രകടനം അത്ര മികച്ചതല്ല എന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ദേവര ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.